നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള പഞ്ചപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ഡേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ആ പർവ്വത്തിലെ കഥകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ദ്വൈതവനത്തിലേക്ക് എത്തിച്ചേർന്ന പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഭഗവാൻ കൃഷ്ണൻ വരുന്നു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അവിടെ ഉള്ളപ്പോൾ തന്നെ മാർക്കണ്ഡേയ മുനി അവിടെ എത്തിച്ചേരുകയാണ്. മാർക്കണ്ഡേയ പുരാണം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ്. അദ്ദേഹം അനേകം നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിരഞ്ജീവിയായിട്ടുള്ള ഒരു മുനിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കുക എന്ന് പറയുന്നത് പുണ്യം നിറഞ്ഞതാണ്. അപ്പോൾ ആ കഥകൾ പറയാൻ വേണ്ടിയിട്ടാണ് മാർക്കണ്ഡേയ മുനി അവിടെ എത്തിച്ചേരുന്നത്. ആ സമയത്ത് മഹാഋഷിയായിട്ടുള്ള നാരദനും വന്നതിന് ശേഷം മാർക്കണ്ഡേയ മുനിയോട് പാണ്ഡവരോട് ഈ കഥ പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. അതിന് പ്രകാരം മാർക്കണ്ഡേയൻ താൻ യുഗങ്ങളായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന കഥകളൊക്കെ പാണ്ഡവരോട് പറഞ്ഞു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഗഹനമായിട്ടുള്ള പല ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയതാണ്. പലതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുമൊക്കെ പറയുന്ന പല കഥകളും വളരെ സങ്കീർണത നിറഞ്ഞവയുമാണ്. യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് ശരീരം വിട്ടിട്ടുള്ള ഈ കർമ്മങ്ങളുടെ ഫലം മനുഷ്യർക്ക് എവിടെയാണ് കിട്ടുന്നത്, അത് ഈ ലോകത്ത് വെച്ച് തന്നെയാണോ അതോ പരലോകത്ത് വെച്ചിട്ടാണോ അതിൻ്റെ ഫലം കിട്ടുന്നതെന്നുള്ള ചോദ്യം മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വിശദമായിട്ട് മുനി പറഞ്ഞു കൊടുക്കുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കേട്ടത്. കഥകൾ വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വൈശമ്പായനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർമ്മഫലങ്ങൾക്കനുസരിച്ച് ആത്മാക്കൾക്കുണ്ടാകുന്ന ഗതിയെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് അതിനുണ്ടാകുന്ന ഫലം, ജീവനുണ്ടാകുന്ന ഫലത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പാണ്ഡവർ വീണ്ടും അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, അങ്ങ് ബ്രാഹ്മണരുടെ മാഹാത്മ്യം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് താപോനിഷ്ഠന്മാരായിട്ടുള്ള ബ്രഹ്മത്തെ അറിഞ്ഞവരെയാണ് ബ്രാഹ്മണർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ബ്രാഹ്മണരുടെ മാഹാത്മ്യത്തെക്കുറിച്ചിട്ടാണ് പാണ്ഡവർ മാർക്കണ്ഡേയ മുനിയോട് ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ മാർക്കണ്ഡേയ മുനി പറഞ്ഞു, ഞാൻ ചില കഥകളിലൂടെയും ചില സംഭവങ്ങളിലൂടെയും ഞാൻ ബ്രാഹ്മണരുടെ മാഹാത്മ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് അത് കേൾക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. മാർക്കണ്ഡേയൻ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. ഹേഹേയ രാജവംശത്തിലുള്ള ഒരു രാജകുമാരൻ ഒരു ദിവസം നായാട്ടിന് വേണ്ടിയിട്ട് കാട്ടിലെത്തി. അവിടെ അദ്ദേഹം മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരം മുഴുവനും കറുത്ത നിറത്തിലുള്ള കൺമഷി തേച്ച ഒരു മുനികുമാരൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. ആ മുനികുമാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കറുത്ത മാനാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ രാജകുമാരൻ അതിനേരെ അസ്ത്രമെയ്തു. അതവിടെ ചത്തു വീഴുകയും ചെയ്തു. അപ്പം മുനികുമാരനെ വധിച്ചു. ബ്രഹ്മഹത്യാഭാവമാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. അങ്ങനെ വളരെ പേടിയോടു കൂടിയിട്ട് ആ ഹേഹേയ രാജകുമാരൻ തൻ്റെ പിതാവിൻ്റെയും സഹോദരങ്ങളുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ വലിയൊരു ബ്രഹ്മഹത്യാഭാവം ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആകപ്പാടെ ഭയത്താൽ ഞാൻ വിറയ്ക്കുകയാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി? നിങ്ങളെല്ലാവരും കൂടെ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുമാരൻ്റെ വിലാപം കേട്ടിട്ട് ഹേയരാജാക്കന്മാർ എല്ലാവരും കൂടി ഈ മുനികുമാരനോടൊപ്പം കാട്ടിൽ ചെന്നിട്ട് ആ മുനികുമാരൻ്റെ ജഡം അവിടെ കിടക്കുന്നത് കണ്ടു. എന്നിട്ട് അവർ വളരെ വിഷമത്തോടു കൂടിയിട്ടും പേടിയോടു കൂടിയിട്ടും ആ ആശ്രമത്തിലേക്ക് ചെന്നു. അരിഷ്ടിനൈമി എന്ന് പറയുന്ന അതിതാപസിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്ന ആശ്രമമായിരുന്നു അവിടെ. അവിടെ ചെന്നതിന് ശേഷം അവരെല്ലാവരും ചേർന്ന് അരിഷ്ടിനൈമി മഹർഷിയുടെ കാൽക്കൽ വീണു. അതിനുശേഷം അദ്ദേഹത്തിനോട് തങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ അബദ്ധം ഉണർത്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അവർ എന്നിട്ട് പറഞ്ഞു, മഹർഷിയെ, ഞങ്ങളുടെ പുത്രന് ഒരു വലിയ ഭാഗ്യദോഷം ചെയ്തിരിക്കുന്നു. അവൻ അങ്ങയുടെ മകനായിട്ടുള്ള മുനിയെ വധിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കങ്ങനെ ബ്രഹ്മഹത്യാഭാവം ഞങ്ങൾക്ക് ഏറ്റിരിക്കുകയാണ്. ഞങ്ങളെ അങ്ങ് രക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അരിഷ്ടനേമി മഹർഷി രാജാക്കന്മാരോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഒരു ബ്രാഹ്മണനെ കൊന്നെന്നാണ് പറയുന്നത്. എവിടെയാണ് ആ ബ്രാഹ്മണൻ കിടക്കുന്നത്? നിങ്ങളെന്നെ കാണിച്ചു തരൂ, ഞാൻ എൻ്റെ തപോബലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് രാജകുമാരൻ അരിഷ്ടനേമിയെ വണങ്ങിക്കൊണ്ട്
നടന്ന കഥകൾ മുഴുവനും വിവരിച്ചു പറഞ്ഞു. മാനാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു മുനികുമാരനെ കൊന്ന കഥ. ഇത് കേട്ടിട്ട് അരിഷ്ടനേമിയും അവരോടൊപ്പം നടന്നു. അവിടെ ചെന്നിട്ട് ജഡം കിടന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും ഒരു ജഡവും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ശേഷം അവരെല്ലാവരും തിരിച്ച് ആ ആശ്രമത്തിലേക്ക് വന്ന സമയത്ത് അരിഷ്ടനേമി അവിടെ നിൽക്കുന്ന ഒരു മുനികുമാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് രാജകുമാരനോട് ചോദിച്ചു, രാജകുമാരാ, നീ കൊന്നു എന്ന് പറയുന്ന ബ്രാഹ്മണകുമാരൻ ഇതാണോ? ഇവനിവിടെ ജീവനോടെ ഉണ്ടല്ലോ, നീ ആരെ കൊന്നു എന്നാണ് പറയുന്നതെന്ന് ചോദിച്ചു. ആ രാജാക്കന്മാർ, ഹേഹയ രാജാക്കന്മാരെല്ലാവരും ആ മുനികുമാരൻ ജീവനോടെ തിരിച്ചു വന്നത് കണ്ടിട്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. അവർ ആ അരിഷ്ടനേമിയോട് ചോദിച്ചു, ഭവാനെ, ഇതെന്തൊരു തപശക്തിയാണ്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അങ്ങ് ഞങ്ങളോട് പറയാവുന്നതാണെങ്കിൽ ദയവേത് ആ കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉടനെ ആ മഹർഷി അവരോട് പറഞ്ഞു, ഞങ്ങളെ മരണം ഒരിക്കലും ഏൽക്കുകയില്ല. അതിന് എന്താണ് കാരണം എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. ഞങ്ങൾ സത്യത്തിൽ മാത്രം ജീവിക്കുന്നവരാണ്. സത്യം മാത്രം പറയുകയും സത്യം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ആരെയും വഞ്ചിക്കണമെന്നുള്ള ചിന്ത ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ വരാറില്ല. ഞങ്ങൾ സ്വധർമ്മം മാത്രം നോക്കി ജീവിക്കുന്നവരാണ്. ഇക്കാരണങ്ങളാൽ ഞങ്ങളെ മൃത്യഭീതി ഒരിക്കലും വരികയില്ല. ആഹാരവും ജലവും കൊടുത്ത് ഈ വഴി വരുന്ന യാത്രക്കാരെ എല്ലാവരും ഞങ്ങൾ തൃപ്തരാക്കാറുണ്ട്. പൃഥ്വിരെ എല്ലാവരെയും വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ തൃപ്തിപ്പെടുത്താറുണ്ട്. അതിനുശേഷം മാത്രമേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളൂ. അതുകൊണ്ടും ഞങ്ങൾക്ക് മൃത്യുവിനെ കുറിച്ചിട്ടുള്ള ഭീതിയില്ല. ഞങ്ങൾ അഹിംസ പൂർണ്ണമായിട്ടും അനുഷ്ഠിക്കുന്നവരും ക്ഷമാശീലരും അതോടൊപ്പം തന്നെ പുണ്യസ്ഥലത്ത് വസിക്കുന്നവരുമാണ്. അതുകൊണ്ട് മൃത്യു ഞങ്ങളെ ഒരിക്കലും ബാധിക്കുകയില്ല. ഹേ രാജാക്കന്മാരെ, മൃത്യു ഞങ്ങളെ ബാധിക്കാത്തതിൻ്റെ കുറച്ച് കാരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെല്ലാവരും തിരിച്ച് ധൈര്യമായിട്ട് നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പൊയ്ക്കൊള്ളൂ. നിങ്ങളെ ഒരിക്കലും ഈ പാപഭയം ബാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അരിഷ്ടനേമി ഈ ഹേഹയ രാജാക്കന്മാരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ച് പറഞ്ഞു വിട്ടു. അരിഷ്ടനേമിയുടെ തപോബലം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകനെ അസ്ത്രമേറ്റിട്ട് മരിച്ചു വീണിട്ടും വീണ്ടും അദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഹേഹയ രാജാക്കന്മാർ ഈ താപസന്മാരുടെ അനുഗ്രഹവും വാങ്ങി തിരിച്ച് നാട്ടിലേക്ക് പോയി. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. ഇതാണ് വിപ്രന്മാരുടെ ഒരു മാഹാത്മ്യം. ഇനിയും വേറൊരു മാഹാത്മ്യത്തിൻ്റെ കഥയും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. പണ്ട് വൈന്യൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. രാജർഷിയായിരുന്നു അദ്ദേഹം അശ്വമേധ യാഗം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അശ്വമേധ യാഗം നടത്തുന്ന സമയത്ത് രാജാവ് ബ്രാഹ്മണർക്കെല്ലാം യഥാവിധി അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ധനം ദാനമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് അത്രി മഹർഷി ഈ ദാനത്തെക്കുറിച്ചിട്ട് അറിഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ധനത്തിനോട് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അതിലും വലിയ ഫലം കിട്ടുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഭാര്യയും മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് തപസ്സിന് വേണ്ടിയിട്ട് വനത്തിലേക്ക് പോകാം. അതിലൂടെ കിട്ടുന്ന പുണ്യമാണ് ഏറ്റവും വലുത്. ഇത് കേട്ടിട്ട് അത്രിയുടെ ധർമ്മപത്നി അത്രി മഹർഷിയോട് പറഞ്ഞു, ഭവാനെ, നമ്മൾ തപസ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ദാനം ചെയ്തിട്ട് പോകണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങ് വൈന്യൻ എന്ന് പറയുന്ന രാജർഷി അശ്വമേധം നടത്തുന്നുണ്ടല്ലോ, അവിടെ ചെന്നിട്ട് അങ്ങ് ദാനം ചോദിച്ചിട്ട് ധാരാളം ധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ബന്ധുജനങ്ങൾക്കും ഭൃത്യന്മാർക്കുമൊക്കെ ദാനം ചെയ്തിട്ട് അവരെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷം നമുക്ക് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. അതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് അത്രി മഹർഷിയുടെ ധർമ്മപത്നി അത്രി മഹർഷിയോട് പറഞ്ഞു. അത്രി ഇത് കേട്ടിട്ട് പറഞ്ഞു, ഭവതി പറഞ്ഞത് ശരിയാണ്. വൈന്യൻ എല്ലാവർക്കും ദാനം കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നാലും ഇഷ്ടം പോലെ പണം എനിക്ക് ദാനമായിട്ട് കിട്ടും. പക്ഷേ എന്നോട് അത്ര താല്പര്യമില്ലാത്ത ചില ബ്രാഹ്മണർ അവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് രാജാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ അത് എൻ്റെ അത്യാഗ്രഹമാണെന്ന് വിചാരിച്ചിട്ട് ദുഷ്പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും ഞാൻ അവിടെ കാണുന്നുണ്ട്. എങ്കിലും ഭവതി പറഞ്ഞത് ഞാൻ അനുസരിക്കുകയാണ്. ദാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ധനം ഞാൻ ആ രാജർഷിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ദാനമായിട്ട് ചോദിക്കാം. വൈന്യൻ എന്ന് പറയുന്ന രാജർഷിയുടെ അശ്വമേധം നടക്കുന്ന രാജകൊട്ടാരത്തിലെ യജ്ഞശാലയിൽ അത്രി മഹർഷി എത്തി. അവിടെ ചെന്നിട്ട് രാജാവിനെ വണങ്ങിയിട്ട് രാജാവിനെ പോഴ്ത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങാണ് ഏറ്റവും വലിയ രാജാവ്, അങ്ങ് ഇന്ദ്രനെ കഴിഞ്ഞും പ്രതാപിയായിട്ടുള്ള രാജാവാണ്.
അങ്ങാണ് ആദ്യത്തെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കേട്ടിട്ട് അവിടെ ആ യജ്ഞശാലയിൽ ഉണ്ടായിരുന്ന വേറൊരു മുനിയായിരുന്ന ഗൗതമൻ അതിനെ എതിർത്ത് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ നിൽക്കുന്ന രാജാവല്ല ശരിക്കുമുള്ള രാജാവ്, അത് പ്രജാപതിയായിട്ടുള്ള ഇന്ദ്രനാണ്. ഇന്ദ്രനാണ് ആദ്യത്തെ രാജാവ്. ഇത് കേട്ടിട്ട് അത്രി മഹർഷി പറഞ്ഞു, ആ പറയുന്നത് ശരിയല്ല, ഇന്ദ്രനെ കഴിഞ്ഞും വലിയവനാണ് ഈ ഇരിക്കുന്ന വൈന്യൻ എന്ന് പറയുന്ന രാജർഷിയായിട്ടുള്ള രാജാവ്. അങ്ങനെ ഇവർ രണ്ടും പേര് തമ്മിൽ തർക്കമായി. അത്രി മഹർഷി വൈന്യനാണ് മഹാനായിട്ടുള്ള രാജാവെന്നും ഗൗതമൻ ഇന്ദ്രനാണ് മഹാനായിട്ടുള്ള രാജാവെന്നും രണ്ടുപേരും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള തർക്കമായി. യജ്ഞശാല മുഴുവനും ഇവർ തമ്മിൽ തർക്കം നടക്കുന്നു എന്നുള്ള വിവരം അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന താപസന്മാരോടായിട്ട് ഗൗതമ മഹർഷി പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന എല്ലാ ബ്രാഹ്മണ പ്രമുഖരും കേൾക്കൂ, അത്രി പറയുന്നു ഈ ഇരിക്കുന്ന രാജാവാണ് ഇന്ദ്രനെ കഴിഞ്ഞും ഉയർന്ന പദവിയിലുള്ള ആളെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. ഇത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മഹർഷിമാരെല്ലാവരും കൂടി സനൽകുമാരൻ്റെ അടുത്ത് നിന്നിട്ട്, സനൽകുമാരൻ എന്ന് പറയുന്ന തപോനിഷ്ഠനായിട്ടുള്ള മഹർഷിയുടെ അടുത്ത് നിന്നിട്ട് ഈ തർക്കത്തിൻ്റെ വിവരം അദ്ദേഹത്തിനെ അറിയിച്ചു. ഈ തർക്കം കേട്ടിട്ട് അദ്ദേഹം അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ബ്രാഹ്മണ്യവും ക്ഷാത്രിയവും അത് രണ്ടും ഒന്നിച്ചു പോകേണ്ടതാണ്. ബ്രാഹ്മണൻ്റെ തപസ്സും ക്ഷത്രിയൻ്റെ വീര്യവും കൂടി ചേരുമ്പോഴാണ് ശത്രുക്കളെ എല്ലാവരെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സനൽകുമാരൻ ശാസ്ത്രവിധികളൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, രാജാവിന് പല രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട്. അദ്ദേഹം പ്രജാപതിയാണ്, പ്രജകളെ ഭരിക്കുന്നവനാണ്. എങ്ങനെയാണോ ആകാശത്ത് സൂര്യൻ പ്രകാശം കൊണ്ടുവരുന്നത്, അതേപോലെ തന്നെ ധർമ്മവാനായിട്ടുള്ള രാജാവ് തൻ്റെ പ്രജകളുടെ ജീവിതത്തിലേക്കും സമൃദ്ധിയുടെ പ്രകാശം കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യനോടൊപ്പം ശക്തിയുള്ളവനാണ് രാജാവ്. രാജാവിന് ഒരുപാട് പര്യായപദങ്ങളുണ്ട്. നൃപൻ എന്നുള്ള പര്യായപദമുണ്ട്, വിധാതാവെന്നുള്ള പര്യായപദമുണ്ട്. അങ്ങനെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന രാജാവ് ഉറപ്പായിട്ടും ശ്രേഷ്ഠനായിട്ടുള്ളവനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അത്രി പറഞ്ഞത് അത് സത്യം തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന രാജർഷിയായിട്ടുള്ള വൈന്യൻ, അദ്ദേഹം ഇന്ദ്രനെ പോലെ തന്നെ ഉത്കൃഷ്ടനായിട്ടുള്ള രാജാവാണ്. ഇത് കേട്ടിട്ട് ഗൗതമനും സന്തോഷവാനായി. ആ സമയത്ത് രാജർഷിയായിട്ടുള്ള വൈന്യൻ അത്രി മഹർഷിയോട് പറഞ്ഞു, അങ്ങ് എന്നെ ഇന്ദ്രനോടൊപ്പം ചേർന്ന് വന്ദിച്ചുവല്ലോ, അതുകൊണ്ട് അങ്ങിൽ ഞാൻ വളരെയധികം സംപ്രീതനായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയിൽ സംപ്രീതനായിട്ടുള്ള ഞാൻ അങ്ങയ്ക്ക് ധാരാളം ധനം ദാനം തരുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1000 സർവാഭരണ വിഭൂഷിതകളായിട്ടുള്ള തോഴിമാരെ ഞാൻ അങ്ങയ്ക്ക് ദാനമായി തരികയാണ്. അതോടൊപ്പം തന്നെ 10 കോടി സ്വർണ്ണ നാണയങ്ങളും 10 കിലോ സ്വർണവും അത് അങ്ങയ്ക്ക് ഞാൻ ദാനമായിട്ട് തരികയാണ്. ഇന്ന് രാജാവ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അശ്വമേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദാനം അത്രി മഹർഷിക്ക് കൊടുത്തു. അത്രി മഹർഷി ഈ ഇതുമായിട്ട് തൻ്റെ ആശ്രമത്തിലേക്ക് വന്നു. അവിടെയുള്ള ബ്രാഹ്മണർക്കെല്ലാം അത് തുല്യമായിട്ട് വീതിച്ച് കൊടുത്ത് അവരെ എല്ലാവരെയും തൃപ്തരാക്കി. അതിനുശേഷം സപത്നിയോടൊപ്പം തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് യാത്രയായി. മാർക്കണ്ഡേയൻ ബ്രാഹ്മണരുടെ മഹാത്മ്യം തുടരുകയാണ്. പണ്ട് സരസ്വതി ദേവി താർഷ്യൻ എന്ന് പറയുന്ന മുനി ബ്രാഹ്മണ മഹാത്മ്യത്തെക്കുറിച്ചിട്ട് ചോദിക്കുക. കാരണം ആ മുനിയോട് സരസ്വതി ദേവി പറഞ്ഞ വാക്കുകളും കൂടി നിങ്ങൾ കേൾക്കുക. താർഷ്യൻ ആ സമയത്ത് സരസ്വതി ദേവിയോട് ചോദിച്ചു, ഭവതി, പുരുഷന് ശ്രേയസ് എന്താണ്? എന്ത് ചെയ്താലാണ് സ്വധർമ്മം നഷ്ടപ്പെടാതിരിക്കുന്നത്? അഗ്നിയെ ഹോമിച്ച് അർച്ചന ചെയ്യേണ്ടത് ഏത് കാലത്താണ്? എന്തു ചെയ്താലാണ് ധർമ്മം മങ്ങാതെ ഇരിക്കുന്നത്? ഇതൊക്കെ ഭവതി എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് ദേവലോകപ്രാപ്തി നേടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്രകാരം താർഷ്യ മഹർഷി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനുത്തരം നേടാൻ വേണ്ടിയിട്ട് അവൻ യുവകനാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സരസ്വതി ദേവി അവനോട് ഉത്തരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. ബ്രഹ്മത്തെ അറിഞ്ഞവനും ഉചിതമായിട്ടുള്ള പ്രദേശത്ത് തപസ് ചെയ്യുന്നവനും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി കളയാതെ ഇരിക്കുന്നവനും അങ്ങനെയുള്ളവന് ദേവലോകത്ത് എത്തിച്ചേരുന്നതാണ്. സരസ്വതി ദേവി പിന്നെ സ്വർഗത്തെ വർണ്ണിച്ചതിന് ശേഷം തുടരുകയാണ്. വൃക്ഷങ്ങളെ ദാനം ചെയ്യുന്നവൻ സൂര്യലോകത്ത് എത്തുന്നതാണ്. വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നവൻ ചന്ദ്രലോകത്ത് എത്തുന്നതാണ്. സ്വർണം ദാനം ചെയ്യുന്നവന് അവൻ ദേവനെ പോലെ തന്നെ അമരത്വം അവന് ലഭിക്കും.
കറവ പറ്റാത്ത പശുവിനെ കുട്ടിയോടൊപ്പം ദാനം ചെയ്താൽ ആ പശുവിൻ്റെ ദേഹത്ത് എത്ര രോമങ്ങളുണ്ടോ അത്രയും ജന്മങ്ങൾ അവൻ സ്വർഗത്തിൽ വസിക്കും. ബലം താങ്ങുന്നതും വീര്യമുള്ളതും നുകം കൊണ്ട് നിലമുഴാൻ പ്രാപ്തിയുള്ളതുമായിട്ടുള്ള കാളക്കൂറ്റന്മാരെ ദാനം ചെയ്യുന്നവർക്ക് 10 പശുക്കളെ ദാനം ചെയ്താൽ എത്ര പുണ്യം ലഭിക്കുമോ അത്രയും പുണ്യം അവന് ലഭിക്കും. എത്ര ദുഷ്കർമ്മം ചെയ്തവനാണെങ്കിലും പശുവിനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ പുണ്യലോകം ലഭിക്കും. വിപ്രന് കന്യകയും ഭൂമിയെയും ദാനം ചെയ്തു കഴിഞ്ഞാൽ അവൻ ദേവലോകത്തിൽ വസിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത നേടും. ശ്രദ്ധയോടെ അഗ്നിയിൽ 7 വർഷം ഹോമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിലുള്ള 7 തലമുറകളും അതിന് ശേഷമുള്ള 7 തലമുറകളും പുണ്യലോകം നേടും. ദാക്ഷ്യൻ വീണ്ടും സരസ്വതി ദേവിയോട് ചോദിച്ചു, ദേവി, എന്താണ് അഗ്നിഹോത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്രതം? അതെന്താണെന്ന് അങ്ങ് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്നാലും. വിനീതരായും ശ്രദ്ധയോടും കൂടിയിട്ടും സത്യത്തെ പാലിച്ചുകൊണ്ടും മാത്രമേ ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അശുദ്ധനായും കൈ കഴുകാതെയും മനസ്സിൽ അശുദ്ധമായിട്ടുള്ള ചിന്തകൾ വെച്ചുകൊണ്ടും ഒരിക്കലും അഗ്നിയിൽ ഹോമിക്കരുത്. ഇപ്രകാരം ദാക്ഷ്യനും സരസ്വതി ദേവിയും തമ്മിൽ പല കാര്യങ്ങളെക്കുറിച്ചിട്ടുമുള്ള സംവാദം അവിടെ വെച്ച് നടന്നു. ഇത് കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ മാർക്കണ്ഡേയനോട് വൈവസ്വത മനുവിൻ്റെ ചരിതം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഉണർത്തിച്ചു. പ്രജാപതിയുടെ പുത്രനായിട്ടുള്ള വിവസ്വാന്റെ പുത്രനായിട്ട് മനു ജനിച്ചു. അവൻ ഓജസ് കൊണ്ടും തപോബീരം കൊണ്ടും തൻ്റെ മുത്തച്ഛനെയും അച്ഛനെയും ഒക്കെ വെല്ലുന്നവനായിട്ട് മാറി. കൈകൾ പൊക്കി ഉയർത്തി കൂപ്പിക്കൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ബദര്യാശ്രമത്തിൽ അവൻ ഘോരമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചു. പിന്നെ തലകീഴായിട്ട് നിന്നുകൊണ്ട് കണ്ണു തുറന്നു വെച്ചുകൊണ്ട് 10,000 വർഷവും അവൻ തപസ് ചെയ്തു. ഇങ്ങനെ ജഡാവൽക്കധാരിയായിട്ട് അവൻ തപസ് ചെയ്യുന്ന സമയത്ത് കാടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു അരുവിയിൽ വെച്ചിട്ട് ഒരു ചെറിയ മത്സ്യം അവനോട് സംസാരിച്ചു. ആ മത്സ്യം അവനോട് പറഞ്ഞു, ഭവാനെ, ഞാൻ ചെറിയൊരു മീനാണ്. എന്നെക്കഴിഞ്ഞും വലിപ്പമുള്ള മീനുകളെ ഭയപ്പെട്ടാണ് ഞാനിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവ എപ്പോൾ വേണമെങ്കിലും എന്നെ പിടിച്ചു തിന്നാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട്. അങ്ങ് അതുകൊണ്ട് എന്നെ ഇവിടെ നിന്നും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങ് എന്നെ രക്ഷിക്കുകയാണെങ്കിൽ അങ്ങേക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ഞാൻ അങ്ങയെ സഹായിച്ചു കൊള്ളാമെന്ന് ഞാൻ വാക്ക് തരികയാണെന്ന് മത്സ്യം ഈ മനുവിനോട് പറഞ്ഞു. ഇപ്രകാരം മത്സ്യം പറയുന്നത് കേട്ടിട്ട് ആ മത്സ്യത്തിനോട് കരുണ തോന്നിയിട്ടുള്ള മനു അവനെ കൈക്കുമ്പിളിലെടുത്തിട്ട് ഒരു മൺകലത്തിൽ വെള്ളമെടുത്തിട്ട് അതിൽ ആ മത്സ്യത്തെ സൂക്ഷിച്ചു. ആ മത്സ്യത്തെ മനു സ്വന്തം മകനെ പോലെ കണ്ട് അതിന് ആഹാരമൊക്കെ കൊടുത്ത് അതിനെ വളർത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മത്സ്യം വളർന്നിട്ട് ആ കലത്തിൽ കൊള്ളാത്ത അവസ്ഥ വന്നു. ആ സമയത്ത് മത്സ്യം മനുവിനോട് പറഞ്ഞു, ഭവാനെ, അങ്ങ് എന്നെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റിയാലും എനിക്ക് ഈ മൺകലത്തിനുള്ളിൽ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. മനു മൺപാത്രവുമായിട്ട് അവിടെ ആശ്രമത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു കുളത്തിൽ കൊണ്ടുപോയി ഈ മത്സ്യത്തെ അതിൽ നിക്ഷേപിച്ചു. അനേകം നൂറ്റാണ്ടുകൾ മത്സ്യം ആ കുളത്തിൽ കിടന്നു എന്നാണ്. അതിനുശേഷം അവിടെ കിടന്ന് വളർന്ന് ആ നിറയെ ആ മത്സ്യം വളർന്നു വന്നു. അതിനുള്ളിൽ അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആ മത്സ്യത്തിൻ്റെ രൂപം വലുതായി വന്നു. ആ സമയത്ത് മത്സ്യം വീണ്ടും മനുവിനോട് പറഞ്ഞു, ഭവാനെ, എന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഈ കുളത്തിന് സാധിക്കുന്നില്ല. ഞാനിവിടെ വളർന്നത് കാരണം ബാക്കിയുള്ള മത്സ്യങ്ങളൊക്കെ ചത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യണം, എന്നെ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു ജലാശയത്തിലേക്ക് മാറ്റണം. അങ്ങേക്ക് മാറ്റാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ ശരീരം ചെറുതാക്കി തരാം. ആ സമയത്ത് അങ്ങ് എന്നെ കുറെ കൂടെ വിശാലമായിട്ടുള്ള ഒരു നദിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് മനു ആ രൂപം ചെറുതാക്കിയ മത്സ്യത്തെ കൊണ്ടുപോയി ഗംഗയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. കുറേ വർഷം ഗംഗയിൽ താമസിച്ച ആ മത്സ്യം അവിടെ കിടന്നുകൊണ്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ മത്സ്യത്തിനെ വലിപ്പത്തിനെ താങ്ങാൻ ഗംഗയ്ക്കും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. അത് വളരെയധികം വലിപ്പം വെച്ചിട്ട് ഗംഗാനദിയെ ഞെരുക്കി അത് അവിടെ കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് മത്സ്യം മനുവിനോട് പറഞ്ഞു, എനിക്ക് ഈ ഗംഗാനദിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. അങ്ങനെ മഹാസമുദ്രത്തിൽ കൊണ്ടുവിടുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അസുഖം വാണുകൊള്ളാം. അങ്ങേക്ക് അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ശരീരം ചെറുതാക്കി തരാമെന്ന് മത്സ്യം പറഞ്ഞു. അങ്ങനെ മത്സ്യം വീണ്ടും ശരീരം ചെറുതാക്കി ഈ മത്സ്യത്തിനെ വഹിച്ചുകൊണ്ട് മനു കൊണ്ടുപോയി അതിനെ മഹാസമുദ്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. സമുദ്രത്തിൽ ചെന്ന മത്സ്യം മനുവിനോട് പറഞ്ഞു, ഭവാനെ, അങ്ങ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. വലിയ താമസമില്ലാതെ ഈ ലോകം മുഴുവനും പ്രളയ ജലത്താൽ മൂടും. ഈ ലോകം മുഴുവനും ജലത്താൽ മുക്കി കഴുകപ്പെടുന്ന ഒരു കാലമാണ് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നത്.
ആ സമയത്ത് അങ്ങ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങ് വലിയൊരു തോണി നിർമ്മിക്കണം. അങ്ങ് സപ്തർഷികളോടൊപ്പം അതിൽ കയറണം. അതിനുശേഷം എല്ലാ ജീവികളുടെയും ബീജം അത് വിപ്രന്മാർ സൂക്ഷിച്ചിട്ടുണ്ട്, അതെല്ലാം അങ്ങ് ആ തോണിയിൽ സൂക്ഷിക്കണം. പ്രളയജലത്താൽ ഈ ലോകം മുഴുവനും മൂടിക്കഴിയുമ്പോൾ ഈ തോണി മാത്രമായിരിക്കും നിലനിൽക്കുന്നത്. ആ സമയത്ത് സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ വരും. അങ്ങൊരു വലിയ കയറും കൂടി സൂക്ഷിക്കണം. ആ കയറ് എൻ്റെ തലയിൽ ഒരു കൊമ്പുണ്ടാവും, ആ കൊമ്പിൽ കെട്ടി ഉറപ്പിക്കുക. അങ്ങയുടെ തോണിയെ ഞാൻ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. പ്രളയകാലവും ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ലോകം മുഴുവനും പ്രളയജലത്താൽ മൂടപ്പെട്ടു. ഈ തോണി മാത്രമാണ് ജലോപരിതലത്തിൽ ഉണ്ടായിരുന്നത്. ആ തോണിയിൽ മനുവും സപ്തർഷികളും അതിനോടൊപ്പം എല്ലാ ജീവജാലങ്ങളുടെയും ബീജവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തോണി തിരമാലകൾ കിടത്തെ ഭയങ്കരമായിട്ട് കിടന്ന് ഉലയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് വാക്ക് പാലിച്ചുകൊണ്ട് ആ വലിയ മത്സ്യം അവിടെ എത്തിച്ചേർന്നു. അതിൻ്റെ തലയിൽ വലിയൊരു കൊമ്പുണ്ടായിരുന്നു. മനു ആ കൊമ്പിലേക്ക് കുടുക്കെറിഞ്ഞ് ആ കൊമ്പിൽ ആ തോണിയെ ഉറപ്പിച്ചു. ആ തോണിയും വലിച്ചുകൊണ്ട് എങ്ങും ജലം മാത്രം കാണപ്പെടുന്ന ആ സ്ഥലത്തു കൂടി ആ മത്സ്യം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്രകാരം വർഷങ്ങളോളം ആ തോണിയും വലിച്ചുകൊണ്ട് ആ മത്സ്യം ആ അനന്തമായിട്ടുള്ള സമുദ്രത്തിലൂടെ നീന്താൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ ആ മത്സ്യം ജലത്തിന് മീതെ ഉയർന്നു നിൽക്കുന്ന ഹിമവാന്റെ വലിയൊരു ശൃംഗത്തിൻ്റെ അടുത്തെത്തിയതിന് ശേഷം മനുവിനോട് പറഞ്ഞു, നീ എൻ്റെ കൊമ്പിൽ കെട്ടിയിരിക്കുന്ന ഈ കയറൂരിയിട്ട് ആ ഹിമവൽ ശൃംഗത്തിൽ കെട്ടി ഉറപ്പിക്കുക. അതിനനുസരിച്ച് മനു അപ്രകാരം തന്നെ ചെയ്തു. ആ ഹിമവൽ ശൃംഗത്തിൽ ആ തോണിയെ കയറുകൊണ്ട് കെട്ടി ഉറപ്പിച്ചു. ആ ഹിമവൽ ശൃംഗം ഇന്നും നൗബന്ധനം എന്നുള്ള പേരിൽ വളരെ പ്രശസ്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ആ മത്സ്യം മുനീന്ദ്രന്മാരോടും മനുവിനോടുമായിട്ട് പറഞ്ഞു, മുനിമാരെ, പ്രളയത്തിൽ സമസ്തവും നശിച്ചിരിക്കുകയാണ്. ഞാൻ പ്രജാപതിയായിട്ടുള്ള വിഷ്ണുവാണ്. ഞാനൊഴികെ എല്ലാം നശിച്ചിരിക്കുന്നു. ഇനി ബ്രഹ്മാവുമില്ല. ഞാൻ മത്സ്യത്തിൻ്റെ രൂപമെടുത്ത് നിങ്ങളെ മാത്രം ഈ പ്രളയത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. ഋഷിമാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ഇനി മനുവായിരിക്കും സൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. മനു മനുഷ്യരെയും ദേവകളെയും അസുരന്മാരെയും ഒക്കെ ഇനി സൃഷ്ടിക്കും. ഇനി മനുവിൻ്റെ സൃഷ്ടി എന്നുള്ള പേരിലായിരിക്കും സൃഷ്ടികൾ മുഴുവനും അറിയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സൃഷ്ടിയുടെ എൻ്റെ അനുഗ്രഹം മൂലം മനുവിൻ്റെ സൃഷ്ടിക്ക് ഒരിക്കലും ഒരു തെറ്റും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാൽ അനുഗ്രഹിച്ച ആ മത്സ്യം അവിടെ നിന്നും മറഞ്ഞു. പിന്നീട് ആരും ആ മത്സ്യത്തിനെ കാണുകയുണ്ടായില്ല. ഇതാണ് മത്സ്യാവതാരം എന്ന പേരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. പിന്നെ വൈവസ്വതനായിട്ടുള്ള മനു സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടു. പക്ഷേ സൃഷ്ടിയുടെ സങ്കീർണത കൊണ്ട് അദ്ദേഹം കുഴങ്ങിപ്പോയി. അതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം 10,000 വർഷങ്ങൾ തപസ് ചെയ്തു. അങ്ങനെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കഴിവ് നേടിയെടുത്തു. അങ്ങനെ മനു സൃഷ്ടിച്ചതാണ് ഇന്ന് കാണുന്ന ഈ പ്രജകളെല്ലാവരും. മനുഷ്യരുടെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഒരു കഥാഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്ന് മാർക്കണ്ഡേയൻ പാണ്ഡവരോട് പറഞ്ഞു. ഇത് കേൾക്കുന്നവരെല്ലാം അവരുടെ എല്ലാ പാപങ്ങളും മാറി അവരെ പുണ്യം നിറഞ്ഞവരായിട്ട് മാറുന്നതാണ്. പുണ്യമായിട്ടുള്ള ഈ മത്സ്യത്തെക്കുറിച്ചിട്ടുള്ള കഥ കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും മാർക്കണ്ഡേയ മുനിയോട് ചോദിച്ചു, അങ്ങ് ചിരഞ്ജീവിയാണല്ലോ, എത്രയോ യുഗങ്ങൾ അങ്ങിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എത്രയോ പ്രളയങ്ങൾ അങ്ങ് കണ്ടിരിക്കുന്നു, എത്രയോ ബ്രഹ്മാവിനെ അങ്ങ് കണ്ടിരിക്കുന്നു. ഈ സൃഷ്ടിയുടെ എല്ലാ രഹസ്യവും അറിയുന്ന ഒരേ ഒരു വ്യക്തി അങ്ങ് മാത്രമാണല്ലോ. യുഗങ്ങളായിട്ട് നിലനിൽക്കുന്ന അങ്ങയിൽ നിന്നും ഈ ബ്രഹ്മത്തിൻ്റെ തത്വം എന്താണെന്ന് അറിയണമെന്ന് ഞങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഈ ലോകത്തിലെ സർവ്വ ബീജാത്മകമായിട്ടുള്ള ഒരു കഥ അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങേക്ക് അറിയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സംഭവം ഈ ലോകത്ത് ഇതുവരെ നടന്നിട്ടുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങയിൽ നിന്നും ആ കഥകളൊക്കെ അറിയണമെന്ന് ഞങ്ങൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അങ്ങ് ഞങ്ങളിൽ ദയവുണ്ടായിട്ട് ആ കഥകളൊക്കെ പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാർക്കണ്ഡേയൻ പറഞ്ഞു, യുധിഷ്ഠിര, ഞാൻ സ്വയംഭൂവിൽ കൈകൂപ്പിക്കൊണ്ട് ഞാൻ നിന്നോട് എല്ലാ കഥകളും പറയാം. നാരായണനാണ് സ്വയംഭൂ ആയിട്ടുള്ളത്. അവനെ ആരും സൃഷ്ടിച്ചതല്ല. അവനെ അന്തവുമില്ല ആദിയുമില്ല. എല്ലാ സൃഷ്ടിയുടെയും ബീജം ഇവനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എല്ലാ സൃഷ്ടിയുടെയും ഹേതു ഇവനാണ്. ഇവനെ ആർക്കാണ് ശരിയായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഇവനെ ആരും ശരിയായിട്ട് അറിയുന്നില്ല. അവനെ ഞാൻ വന്ദിക്കുകയാണ്. അവനെ വന്ദിച്ചുകൊണ്ട് ഞാൻ ഈ കഥ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കണ്ഡേയൻ
വീണ്ടും കഥ പറയാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. മഹാഭാരതത്തിൻ്റെ വളരെ സങ്കീർണമായിട്ടുള്ള ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഥകളെ കഴിഞ്ഞ് ഉപരിയായിട്ട് ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇത് ക്ഷമയോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ആ കഥയുടെ അടുത്തൊരു ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു.